ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ ഇന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഹൗ ഈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ്, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ കൺസിഡർ സം മാംഗോസ്. ദെൻ ദ വെയ്റ്റ് ഓഫ് 1 മാംഗോ ഈസ് 1 gram. ഒരു മാംഗോയുടെ വെയ്റ്റ് 100 gram ആണെന്ന് അസ്യൂം ചെയ്യാം. ദെൻ ഇഫ് ദർ ആർ 3 mangoes are there, then what is the total weight of mangoes? It is 300 gram. ഇനി ഒരു 3 മാങ്ങ ഉണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ വെയ്റ്റ് എന്തായിരിക്കും? 300 gram ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിപ്പോൾ 3 മാങ്ങ എന്ന് നമുക്കറിയാം. സോ ടോട്ടൽ വെയ്റ്റ് 300 gram ആണെന്നറിയാം. ഒരു മാങ്ങയുടെ വെയ്റ്റ് 100 gram ആണെന്നും അറിയാം. ഇനി സപ്പോസ് നമുക്ക് എത്ര മാങ്ങകളുണ്ട് എന്ന് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് മാംഗോസ് തന്നിട്ടുണ്ട്. അതേപോലെ ഒരു മാങ്ങയുടെ വെയ്റ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എത്ര മാങ്ങ ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എത്ര മാങ്ങകളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാം? നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ വെയ്റ്റിനെ ഒരു മാങ്ങയുടെ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾക്ക് 300 gram ആണ് ടോട്ടൽ വെയ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 300 ഗ്രാമിനെ നമ്മൾ 100 gram, അതായത് ഒരു മാങ്ങയുടെ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? ഇനി അതേപോലെ 500 gram ആണ് ആകെ വെയ്റ്റ് എങ്കിൽ 500 നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 500 ഗ്രാമിനെ നമ്മൾ ഒരു മാങ്ങയുടെ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് 5 എന്ന് കിട്ടും. സോ ആ നമ്പർ നമുക്കൊരു വസ്തുവിൻ്റെ വെയ്റ്റ് തന്നാൽ, ഒരു സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റ് തന്നാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. അതേപോലെ സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ വെയ്റ്റും അതേപോലെ ആ സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം ആൾക്കാരുണ്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ മോൾ കൺസെപ്റ്റിലും യൂസ് ചെയ്യുന്നത്. മോൾ കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പം ഇതുവരെ ഗ്രാം ആറ്റോമിക് മാസ് പഠിച്ചിട്ടുണ്ട്. ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസും പഠിച്ചിട്ടുണ്ട്. ഒരു മോളിക്യൂളിൻ്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ പറയുന്നതിനെയാണ് 1 gram മോളിക്കുലാർ മാസ് എന്ന് പറയാം. സോ സപ്പോസ് നമുക്ക് ഒരു ആറ്റം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സോഡിയം ഒരു ഇത്ര എമൗണ്ട് സോഡിയം അല്ലെങ്കിൽ ഒരു 46 gram സോഡിയം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 46 gram ഓഫ് സോഡിയത്തിൽ എത്ര ആറ്റങ്ങളുണ്ട്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആ നമ്പർ ഓഫ് ആറ്റത്തിന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ മാങ്ങയുടെ എണ്ണം കണ്ടുപിടിച്ച പോലെ തന്നെ എങ്ങനെ ചെയ്താൽ മതി? ആ ടോട്ടൽ മാസ് ഓഫ് സോഡിയത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് ഉണ്ടല്ലേ, അതിനോട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷൻസ് വരുന്നത്. സോ ദ ഇക്വേഷൻ ഇസ് നമ്പർ ഓഫ് ഗ്രാം ആറ്റോമിക് മാസ്. എത്ര GAMs ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തന്ന മാസിനെ എന്ത് ചെയ്താൽ മതി? 1 GAM ഓഫ് ദാറ്റ് എലമെൻ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം 1 മോളിൽ എത്ര സബ്സ്റ്റൻസ് ഉണ്ട്, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 1 mole സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. സോ നമുക്കിവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടും. സോ അത്രയും നമ്പർ ഓഫ് മോൾസ് ആ നമ്പർ ഇൻറ്റു 6.022 × 10⁻23 ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയെന്ന് നമുക്ക് കിട്ടും. ഇനി ഇഫ് ഇറ്റ് ഇസ് ഗിവൺ മോളിക്കുലാർ മാസാണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗിവൺ മാസിനെ നമ്മൾ GMM അല്ലേ, ആ ഒരു മോളിക്യൂളിൻ്റെ GAM ഗ്രാം മോളിക്കുലാർ മാസം ഉണ്ട് 1 GMM കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. സോ സെയിം ഇക്വേഷൻസ് ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ if it is atoms ആണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM. ഇനി ഇഫ് ഇറ്റ് ഇസ് മോളിക്യൂൾസ് ആണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇക്വേഷൻ. സിമ്പിൾ ഇക്വേഷൻ ആണ്.
ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് കാര്യമായിട്ട് വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സോഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ മിസ് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്, നോക്കുക. 1 GAM സോഡിയം മീൻസ് 23 gram ഓഫ് സോഡിയം ആണ്, നമുക്കറിയാം. 1 GAM അതായത് സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്. അതിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് 1 GAM ഓഫ് സോഡിയം എന്ന് പറയുക. സോ 1 GAM ഓഫ് സോഡിയം എന്ന് പറയുന്നത് 23 ആണെന്ന് ഗിവൺ ആണ്. ദെൻ നമുക്കറിയാം 1 GAM എന്ന് പറയുന്നത് 1 മോളിലെ 23 gram എന്ന് പറയുന്നത് 1 മോൾ സോഡിയം ആറ്റങ്ങളുടെ വെയിറ്റ് ആണ്. സോ 6.022 × 10⁻23 സോഡിയം ആറ്റങ്ങളുടെ വെയിറ്റ് ആണ് എന്ത്, ഈ 23 gram. അത് അത്രയും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളോട് ചോദിച്ചത് 46 gram സോഡിയത്തിൽ എത്ര സോഡിയം ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ. അപ്പോൾ ടോട്ടൽ ഒരു ഗിവൺ മാസ് ഇവിടെ തന്നിട്ടുണ്ട്, അത് എത്രയാണ്, 46 gram സോഡിയം നമുക്ക് തന്നിട്ടുണ്ട്. ഈ 46 ഗ്രാമിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് അല്ലേ, നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, so the given mass of sodium divided by 1 GAM of sodium. So 46 given mass എന്ന് പറയുന്നത് 46 ആണ്, by 23 ചെയ്ത് നമുക്ക് 2 എന്ന് കിട്ടും. 2 എന്താ കിട്ടുക, 2 മോൾ എന്നാണ് കിട്ടുക അല്ലേ. 2 മോൾസ്, എത്ര മോൾസ് ഉണ്ട് എന്നാണ് നമ്മൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM ചെയ്താൽ കിട്ടുക. സോ ഈ 2 എന്നുള്ളത് മോളാണ്. മോളിൽ നമ്മളെപ്പോഴും MOLE എന്നാണ് മോളുടെ സ്പെല്ലിംഗ് എങ്കിലും യൂണിറ്റ് ആയിട്ട് നമ്മൾ ഈ ഗ്രാം എന്നൊക്കെ എഴുതുന്ന പോലെ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ MOL എന്ന് എഴുതാൽ മതി. ഓക്കെ, സോ 2 മോൾ എന്ന് നമുക്ക് കിട്ടും. സോ 2 മോൾ നമുക്കറിയാം 1 മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ 2 മോൾസ് കണ്ടെയ്ൻ ഹൗ മെനി പാർട്ടിക്കിൾസ്, എത്ര ആറ്റംസ് ഉണ്ടാകും, 2 × 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടാകും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തരാം. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്ന് ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട് എങ്ങനെ ചെയ്താലും നിങ്ങൾ ഈ ഇക്വേഷൻസ് തന്നെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആകുമ്പം നമ്മളൊരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കണം എഴുതേണ്ടത്. ആദ്യം തന്ന കാര്യങ്ങളൊക്കെ എഴുതണം. ഗിവൺ ഡാറ്റ് എന്ന് പറഞ്ഞിട്ട് തന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എഴുതാം. പിന്നെ ഇഫ് ദർ എനി ഇക്വേഷൻസ് ഓർ ഫോർമുല ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് തന്ന വാല്യൂസ് ആ ഫോർമുലയിൽ അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കിട്ടാൻ, ആൻസർ കിട്ടാൻ. അപ്പം ഈ ഒരു ഓർഡറിൽ തന്നെ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഫസ്റ്റ് തന്നെ പോയിട്ട് 46/23 എന്നങ്ങനെ മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കാരണം ഇക്വേഷൻസിന് മാർക്കുണ്ട്, യൂണിറ്റിന് മാർക്ക് ഉണ്ടാവും പ്രോബ്ലംസ് ആകുമ്പോൾ. നോട്ട് ഓൺലി ഇൻ കെമിസ്ട്രി, ഇൻ എവറി സബ്ജക്റ്റ്. സോ യൂണിറ്റ് ഇക്വേഷൻസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് കിട്ടും. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദി സാമ്പിൾ. സോ ക്വസ്റ്റ്യൻ ഏതൊരു ഇങ്ങനത്തെ ഈ മോൾ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ഒരു 2-3 വട്ടം വായിക്കാം. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. ഓക്കെ, സോ ഹിയർ ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇക്വേഷൻ എന്തായിരിക്കും, നമുക്ക് 42 gram ഓഫ് നൈട്രജനിൽ എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അതേപോലെ 80 gram ഓക്സിജനിൽ എത്ര ഓക്സിജൻ ആറ്റംസുകൾ ഉണ്ടാകുന്നതാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് 42 gram ഓഫ് നൈട്രജൻ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് എഴുതണം, ഗിവൺ ഡാറ്റ് എന്ന് പറഞ്ഞിട്ട് ദ ഗിവൺ മാസ് ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു എത്രയാണ്, ഇറ്റ് ഈസ് 42 gram. ദെൻ ആറ്റം ആണ് ചോദിച്ചത്. സോ GAM ആണ് അല്ലേ. സോ 1 GAM ഓഫ് നൈട്രജൻ എത്രയാണ്, അതിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 14 gram തന്നിട്ടുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരണം എന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അറ്റോമിക് മാസും മോളിക്കുലർ മാസും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോൾ അറ്റോമിക് മാസ് പഠിച്ചാൽ മതി. അറ്റോമിക് മാസ് പഠിച്ചാൽ നമുക്ക് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ ജസ്റ്റ് ദി ഗിവൺ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത് ആ ഒരു ഇക്വേഷനാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്താ വരിക, നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GAM ഓഫ് നൈട്രജൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ഗിവൺ മാസ് എത്രയാണ്, ഇറ്റ് ഈസ് 42 ഡിവൈഡഡ് ബൈ GAM ഇസ് 14.
ദെൻ ഹൗ മെനി നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഇസ് 3 മോൾ എന്ന് കിട്ടും. സോ MOL എന്ന് എഴുതുക കേട്ടോ. 3 മോൾ എന്ന് കിട്ടും. സോ 3 മോൾസ് ഓഫ് നൈട്രജൻ ആറ്റങ്ങളുണ്ട് എന്തിൽ? 42 ഗ്രാം ഓഫ് നൈട്രജനിൽ. സോ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ്. സോ 3 മോൾ ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര ആയിരിക്കും? 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റംസ്. ഇങ്ങനെ തന്നെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇൻറ്റു 6.022 അത് എഴുതാൻ മറക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ. So like this, the second question is 80 gram of oxygen. 80 gram of oxygen. അപ്പം നമ്മൾ എന്ത് എഴുതണം? Given that, given എന്ന് പറഞ്ഞിട്ട് given mass of oxygen is equal to 80 gram. Then 1 GAM of oxygen is equal to 16 gram. 16 gram ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. then നമ്മൾ പിന്നെ എന്താണ് എഴുതേണ്ടത്? the equation. so number of moles is equal to എന്താണ്? given mass divided by 1 GAM of oxygen. അല്ലേ? എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് given mass is 80 gram divided by 1 GAM of oxygen is 16 gram. അല്ലേ? സോ 80 by 16 ഇറ്റ് ഇസ് 5 ആണോ? വെറുതെ 5 എന്നെടുത്ത് 5 മോൾ. ഓക്കെ, 5 മോൾ എന്നാണ് കിട്ടിയത്. സോ 80 ഗ്രാം ഓഫ് ഓക്സിജനിൽ 5 മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര ആയിരിക്കും? 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ്. അങ്ങനെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, ഇത്രയും ആറ്റംസ് ആണെങ്കിൽ ആറ്റംസ്, മോളിക്യൂൾസ് ആണെങ്കിൽ മോളിക്യൂൾസ് എന്ന് എഴുതി വെക്കണം. ഇത് ആറ്റംസ് ആണ് ചോദിച്ചത്, അതുകൊണ്ട് ഇത്രയും ഓക്സിജൻ ആറ്റംസ് എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വരിക. ഇനി ഇതേപോലെ നമ്മൾ മോളിക്യൂൾസിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ മോളിക്യൂൾസ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? GMM ഉള്ള അതായിരിക്കും. GMM-ലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് വൺ ഇസ് 360 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമുക്കറിയാം, ദ കെമിക്കൽ ഫോർമുല ഈസ് C6H12O6 അല്ലേ? അതിൻ്റെ ഇവിടെ 180 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കെമിക്കൽ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 6 കാർബൺ ഉണ്ട്. സോ 6 ഇൻറ്റു ഒരു കാർബണിൻ്റെ വെയിറ്റ് ഇസ് 12 പ്ലസ് ദെൻ 12 ഹൈഡ്രജൻ ഉണ്ട്. 12 ഇൻറ്റു ഒരു ഹൈഡ്രജൻ്റെ വെയിറ്റ് 1 പ്ലസ് O6 ഓക്സിജൻ ഉണ്ട്. സോ 6 ഇൻറ്റു ഒരു ഓക്സിജൻ്റെ വെയിറ്റ് 16. അപ്പം ഈ ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെയിറ്റ് ആണെന്ത്? ദിസ് 180 ഗ്രാം. സോ ഈ 180 എന്ന് പറയുന്നത് എന്താണ്? 1 GMM ഓഫ് ഗ്ലൂക്കോസ്, ദാറ്റ് ഇസ് 180 ഗ്രാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് ചെയ്താൽ കിട്ടുക. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ 360 ഗ്രാം ഓഫ് ഓക്സിജനിൽ എത്ര ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം നമ്പർ ഓഫ് മോൾസ്, സെയിം ഇക്വേഷൻ തന്നെ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? 1 GAM ആണോ GMM ആണോ വരിക? യെസ്, ഹിയർ മോളിക്യൂൾസ് ആണ്. സോ 1 GMM ഓഫ് ഗ്ലൂക്കോസ്. സോ ഗിവൺ മാസ് എത്രയാണ്? ഇറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 180 വരും. സോ 360 ഡിവൈഡഡ് ബൈ 180 എന്നുള്ളത് 2 മോൾ എന്നാണ് നമുക്ക് കിട്ടുക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. സോ എത്ര മോളിക്യൂൾസ് വരും? 2 മോളാണ് കിട്ടിയത്. അതായത് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ്. ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. ആറ്റംസ് ആണോ മോളിക്യൂൾസ് ആണോ എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് 90 ഗ്രാം ഓഫ് വാട്ടർ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ദ ഗിവൺ മാസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു എത്ര? 90 ഗ്രാം. ദെൻ 1 GMM ഓഫ് വാട്ടർ ഇറ്റ് ഈസ് ഈക്വൽ ടു 18 ഗ്രാം അല്ലേ? 18 ഗ്രാം അതിവിടെ തന്നിട്ടുണ്ട്. 18 ഗ്രാം. ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ദ ഫോർമുല എഴുതുക. അതായത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എത്രയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM ഓഫ് വാട്ടർ. ദാറ്റ് ഗിവൺ മാസ് എത്രയാണ്? ഇറ്റ് ഈസ് 90 ഡിവൈഡഡ് ബൈ 18. ഓക്കെ, സോ ഇറ്റ് ഈസ് 5 മോൾ എന്നാണ് നമുക്ക് കിട്ടുക.
സോ 90 gram ഓഫ് വാട്ടറിൽ 5 മോൾസ് ഓഫ് എന്തുണ്ട്, 5 മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. സോ 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര വരും? 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഇതിങ്ങനെ വേണം ഫൈനൽ ആൻസർ എഴുതി വെക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ മോൾ കൺസെപ്റ്റിൽ പ്രോബ്ലംസ് ചെയ്യുക. സിമ്പിളാണ്. അത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇനി ഈ ഒരു ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്യാസ് ലോസ് പഠിച്ചപ്പം വോളിയവും നമ്പർ ഓഫ് മോൾസും റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് ലോ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു അത്? ചാൾസ് ലോ പഠിച്ചിട്ടുണ്ട്, ബോയിൽസ് ലോ പഠിച്ചിട്ടുണ്ട്, അവഗാഡ്രോസ് ലോ പഠിച്ചിട്ടുണ്ട്. അതിൽ അവഗാഡ്രോസ് ലോ ആണ് വോളിയത്തിനെയും നമ്പർ ഓഫ് മോൾസിനെയും റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അവഗാഡ്രോ ലോ പറയുന്നത് എന്താ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇതാണ് അവഗാഡ്രോ ലോ പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് മോൾസിന് ഈ വോളിയം പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ ഗ്യാസിലുള്ള പാർട്ടിക്കിൾസ് കൂടുമ്പം അതിൻ്റെ വോളിയവും കൂടും. അങ്ങനെയായിരുന്നു അവഗാഡ്രോ ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വെറുതെ സയൻറ്റിസ്റ്റ് ഒന്ന് നോക്കി. സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ഗ്യാസസിനെ ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാസസിനെ എടുത്തു. ഫോർ എക്സാമ്പിൾ സയൻറ്റിസ്റ്റ് ഓക്സിജൻ എടുത്തു. ഏതെങ്കിലും ഒരു ഗ്യാസ് കിട്ടുമോ? ഏത് ഗ്യാസ് എടുത്താലും സെയിം റിസൾട്ടാണ് കിട്ടുക. സോ കൺസിഡർ സയൻറ്റിസ്റ്റ് ടേക്കൺ ഓക്സിജൻ എടുത്തു, ഹൈഡ്രജൻ എടുത്തു, നൈട്രജൻ എടുത്തു. ഒരു 3 ഗ്യാസിനെ എടുത്തു എന്ന് വിചാരിക്കാം. ഇവർ സയൻറ്റിസ്റ്റ് എടുത്തത് 1 മോൾ ഓഫ് ഈച്ച് ഗ്യാസ് ആണ്. 1 മോൾ ഓഫ് ഓക്സിജൻ എടുത്തു, 1 മോൾ ഓഫ് ഹൈഡ്രജൻ എടുത്തു, ദെൻ 1 മോൾ ഓഫ് നൈട്രജൻ എടുത്തു. അപ്പം നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ആണ്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ്. സോ 1 മോൾ ഓഫ് ഓക്സിജൻ ഗ്യാസിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാകും? 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതേപോലെ 1 മോൾ ഓഫ് ഹൈഡ്രജനിലും 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. 1 മോൾ ഓഫ് നൈട്രജനിലും 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാകും. ദെൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സയൻറ്റിസ്റ്റ് എന്താക്കി? ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഒരു 273 കെൽവിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. 273 കെൽവിൻ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ആ ഒരു കെൽവിൻ, ആ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മളിത് നോക്കുന്നത് എത്ര വോളിയം ഉണ്ടെന്ന്. ദെൻ പ്രഷർ എന്നുള്ളത് 1 atm പ്രഷറാക്കി വെച്ചു. atm എന്നുള്ളത് പ്രഷറിൻ്റെ യൂണിറ്റാണ്. നമ്മൾ മാസിൻ്റെ യൂണിറ്റ് ഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ പ്രഷറിൻ്റെ യൂണിറ്റാണ് atm. സോ അറ്റ് 1 atm പ്രഷർ ആൻഡ് 273 കെൽവിൻ. കെൽവിൻ എന്നുള്ളതും ഒരു ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റാണ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസിലല്ല പറയുക, എല്ലാ കാൽക്കുലേഷനും കെൽവിൻ ആയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചറിൽ പറയുക. സോ 273 കെൽവിൻ ആൻഡ് 1 atm പ്രഷർ. സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? 1 മോൾ ഓഫ് ഈച്ച് ഗ്യാസ് എടുത്തു. അപ്പം അവർ കണ്ടുപിടിച്ചു അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞത്, ഈ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എല്ലാ എടുത്ത 3 ഗ്യാസിനും ഈക്വലായിട്ടാണ് അവർക്ക് കിട്ടിയത്. ഈ 3 ഗ്യാസിൻ്റെയും വോളിയം ഈക്വലായിട്ട് അവർക്ക് കിട്ടി അറ്റ് ഈ 1 atm പ്രഷർ ആൻഡ് 273 കെൽവിൻ. ആ വോളിയമാണ് 22.4 ലിറ്റർ. 22.4 ലിറ്റർ ആണെന്ന് അവർക്ക് മനസ്സിലായി. അതായത് അവരെന്താ ചെയ്തത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ every 1 mole of gas at constant temperature and pressure, all 1 mole of gas has 22.4 ലിറ്റർ ആണെന്ന് അവർ കണ്ടുപിടിച്ചു. ദിസ് ഈസ് എ ഫിക്സഡ് വോളിയം. അപ്പം നമ്മൾ ഏതൊരു ഗ്യാസിൻ്റെ 1 മോൾ എടുത്താലും അത് ഈ 1 atm പ്രഷർ ആൻഡ് 273 കെൽവിൻ ആണെങ്കിൽ ആ എല്ലാ ഗ്യാസിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ആ ലിറ്ററാണ്, ആ വോളിയത്തിനെയാണ് നമ്മൾ 22.4 ആണെന്ന് നമുക്ക് കിട്ടി. അതിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയാം. മോളാർ വോളിയം. ഇറ്റ് ഈസ് കോൾഡ് മോളാർ വോളിയം. ഓക്കെ, സോ വാട്ട് ഈസ് മോളാർ വോളിയം? 1 mole of any gas under the same condition of temperature and pressure will contain the same number of molecules and hence their volume will also be the same. This is called molar volume of the gas. അതായത് 22.4 ലിറ്റർ എന്നുള്ളത് ഒരു ഫിക്സഡ് ആണ്. 1 മോൾ, ഏതൊരു 1 മോൾ സബ്സ്റ്റൻസിൻ്റെയും വോളിയം എന്തായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. സോ ഈ 22.4 ലിറ്ററിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാകും? 1 മോൾ പാർട്ടിക്കിൾ, അതായത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ മോളാർ വോളിയം എന്നുള്ളത്. ഓക്കെ,
ദെൻ ഈ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് മിസ്സ് പറഞ്ഞില്ല, അതായത് 1 atm പ്രഷർ ആൻഡ് 273 കെൽവിൻ. ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിനെ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇതിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ STP എന്ന് പറയും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് STPയുടെ ഫുൾ ഫോം. സോ അറ്റ് STP എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 atm പ്രഷറാണ്, 273 കെൽവിൻ ആണ്. സോ ദിസ് ഇസ് STP. സോ അറ്റ് STP 1 mole ഓഫ് എവറി ഗ്യാസ് കണ്ടെയ്ൻ what is the volume of gas? It is 22.4 liter. That is a fixed quantity. അപ്പം ഇതാണ് മോളാർ വോളിയം എന്നുള്ള കോൺസെപ്റ്റ്. ദെൻ ഇവിടെ ടെക്സ്റ്റിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു കംപ്ലീറ്റ് ദിസ്. സോ 1 mole എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ 1 mole നമ്പർ എത്ര ഉണ്ടാവും? 1 mole എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഉണ്ടാവും? ഇറ്റ് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാകും. ദെൻ 1 mole നമ്മൾ മാസിലാണ് പറയുന്നതെങ്കിൽ 1 mole സബ്സ്റ്റൻസിൻ്റെ ആറ്റം, 1 mole ആറ്റത്തിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും? ഇറ്റ് ഈസ് 1 GAM ആയിരിക്കും. ദെൻ 1 mole മോളിക്യൂളിൻ്റെ മാസ്സായിട്ട് നമ്മൾ എന്ത് പറയുക? 1 GMM എന്ന് പറയുന്നത്. ദെൻ 1 mole ഗ്യാസിൻ്റെ വോളിയം എത്ര ആയിരിക്കും? അറ്റ് STP ഇറ്റ് ഈസ് 22.4 ലിറ്റർ. അപ്പം ഈ 4 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. ഇതാണ് കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു ദി പ്രോബ്ലംസ്. ഓക്കെ, സോ ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ വെയിറ്റ് കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് ഈ വോളിയം കിട്ടിയാലും നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ഇക്വേഷനാണ് ഇത് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് എത്ര നമ്പർ ഓഫ് മോൾസ് നമുക്കൊരു നേരത്തെ മാസമായിരുന്നു, മാസിന് പകരം ഇനി വോളിയമാണ് തന്നതെന്ന് വിചാരിക്കുക ഗ്യാസിൻ്റെ. സോ ആ വോളിയം കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇക്വേഷനാണ് ദിസ് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ദ ഗിവൺ വോളിയം ഇൻ ലിറ്റർ. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ? ലിറ്ററാണ്. സോ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 1, നമ്മളിപ്പോൾ 1 GAM എന്നൊക്കെ പറയുന്ന മാതിരി ഇവിടുത്തെ നമുക്ക് കോൺസ്റ്റൻറ്റ് മോളാർ വോളിയം അല്ലേ? ഇറ്റ് ഇസ് 22.4 ലിറ്റർ. സോ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ, സോ 22.4 ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് STP 1 mole ആണ് നമുക്കറിയാം. ദെൻ 44.8 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP എത്ര മോളാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ എത്ര ആയിരിക്കും? നമ്മൾ നേരത്തെ മാസ് കണ്ടുപിടിച്ച പോലെ തന്നെ ഗിവൺ വോളിയം എത്രയാണ്? ഇറ്റ് ഇസ് 44.8. സോ 44.8 ഡിവൈഡഡ് ബൈ 1 മോളിൻ്റെ വോളിയം എത്രയാണ്? ഇറ്റ് ഇസ് 22.4 ലിറ്റർ. സോ നമുക്ക് എത്ര കിട്ടും? 2 mole എന്ന് കിട്ടും അല്ലേ? 2 mole എന്ന് കിട്ടും. 2 mole എന്ന് പറഞ്ഞാൽ ഈ 44.8 ലിറ്ററിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാകും? ഇറ്റ് ഈസ് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അത്രയും പാർട്ടിക്കിൾസ് ആ ഗ്യാസിൽ ഉണ്ടാവും. ഏതർ ഇറ്റ് ഇസ് ആറ്റത്താണെങ്കിൽ ആറ്റം ഉണ്ടാകും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. So I will send another video of solving problems. After that I will send the practice question. You will do the question and submit the work to me. Okay, thank you. If you have any doubt, you just ask me. Okay, thank you.